അസ്സലാമു പ്രിയപ്പെട്ട മോമിനിങ്ങളെ, മരണവാർത്തയാണ്. ഇതുപോലുള്ള വാർത്തകൾ കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ കൂടാം, അല്ലാത്തവർക്ക് ബാക്ക് അടിച്ചു പോകാം. സങ്കടപ്പെടുത്തുന്ന വാർത്തകളെ നമുക്ക് ഇതിലൂടെ നിങ്ങളെ അറിയിക്കാനുള്ളൂ. മരണമെന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും സങ്കടം തന്നെയാണ്. പക്ഷെ ചില മരണ വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ അൽഹംദുലില്ല എന്ന് പറഞ്ഞു പോകാറുണ്ട്. അത് എന്തുകൊണ്ടാണ്? അങ്ങനെ ഒരു മരണത്തെ നമ്മൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ ഒരു നല്ലൊരു മരണത്തെക്കുറിച്ചാണ് നമ്മൾ ഏവരും ആഗ്രഹിക്കുന്നത്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെയൊക്കെ ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും, സ്വപ്നമായിരിക്കും നല്ലൊരു മരണം എന്നുള്ളത്. നല്ലൊരു ദിവസം നല്ലൊരു സ്ഥലത്ത് വെച്ച് പുഞ്ചിരിച്ചുകൊണ്ട് ഈമാനോടുകൂടി മരണപ്പെടുക എന്നുള്ളത് ഏതൊരു സത്യവിശ്വാസിയുടെയും ആഗ്രഹമാണ്, സ്വപ്നമാണ്. അതുപോലൊരു മരണം കരസ്ഥമാക്കിയിരിക്കുകയാണ് കണ്ണൂരിൽ നിന്നുള്ള ഈ ഒരു മഹദി. ഉംറ നിർവഹിക്കാനായി മക്കയിലെത്തിയ ആദികടലായി സ്വദേശിനി വഫാത്തായി എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിച്ചത്. കണ്ണൂരിൽ നിന്നും ഉംറ നിർവഹിക്കാൻ പോയ ആദികടലായി സ്വദേശിനി മക്കയിൽ വെച്ച് മരണപ്പെട്ടു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. താഴത്തൊരു തോണീൻ്റെ അവിടെ കുടുംബാംഗം ഇടയിക്കണ്ടി താജു നിസയാണ് ഇതുപോലെ മരണപ്പെട്ടിരിക്കുന്നത്. 68 വയസ്സാണ് പ്രായം. ഈ മാസം 1-നായിരുന്നു ഇവര് മകളോടൊപ്പം ഉംറ നിർവഹിക്കാനായി മക്കയിലേക്ക് പുറപ്പെട്ടത്. ഉംറ നിർവഹിക്കുന്നതിനിടെ വിശ്രമിക്കുന്നതിനായി കിടന്നപ്പോഴാണ് ഉറക്കത്തിൽ ഇവര് മരണപ്പെട്ടു പോകുന്നത്. എന്ത് നല്ല മരണമാണല്ലേ! നമ്മളൊക്കെ ഏറെ സ്വപ്നം കാണുന്ന ഒരു മരണമാണ് ഇവർ കരസ്ഥമാക്കിയിരിക്കുന്നത്. പടച്ചറബ് അവർക്ക് മഹഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ജനാസ മക്കയിലെ പ്രശസ്തമായ ജന്നാത്തുൽ മുഅല്ലയിൽ ഖബറടക്കുമെന്ന് മക്കൾ അറിയിച്ചിരിക്കുകയാണ്. പരാതനായ അബുബക്കറാണ് ഭർത്താവ്. മക്കൾ ജമീല്, തനൂജ, തഫ്സീന, പരേതനായ ഷക്കീൽ എന്നിവരൊക്കെയാണ് മക്കൾ. പ്രിയപ്പെട്ടവരെ, ഇവർക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. അർഹമുറാഹിമായ റബ്ബേ, പടച്ചറബ്ബേ, ഏക ഇലാഹായ അള്ളാഹ്, താജു നിസ എന്ന ഈ ഒരു മഹദി നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബേ. ആരും കൊതിക്കുന്ന, ആരും ആഗ്രഹിക്കുന്ന മരണമാണ് റബ്ബേ. ആ മഹദിക്ക് നീ മഹഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. സ്വർഗത്തിൽ ഉന്നത സ്ഥാനം നീ ഇവർക്ക് നൽകണേ റബ്ബേ. പടച്ചറബ്ബേ, ഇവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. നാളെ ഇവരോടൊപ്പം നമ്മെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കണേ റബ്ബേ. പടച്ചറബ്ബേ, റസൂലിൻ്റെ ചാരത്ത് വെച്ചാണ് റബ്ബേ മഹദി മരണപ്പെട്ടിരിക്കുന്നത്. അവർക്ക് നീ മഹഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. ഇവരുടെ ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ, റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ. സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ, നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബേ. പടച്ചറബ്ബേ, ഈ മഹദിക്ക് പുണ്യമാക്കപ്പെട്ട ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം നീ നൽകണേ റബ്ബേ. ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ നൽകണേ റബ്ബേ. പടച്ചറബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ചറബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.